ശ്രീ കൃഷ്ണ ടെമ്പിൾ അല്ലെങ്കിൽ ബാലകൃഷ്ണ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഈ കാണുന്നതാണ് ഡൊണേഷൻ ബോക്സ്. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ അമ്പലത്തൊക്കെ കാണില്ലേ ഭണ്ഡാരം, അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നതാണിത്. ഇതൊരു ലോക്കൽ സിസ്റ്റം പോലെയാണ് കാണുന്നത് കേട്ടോ. ഇതിൽ മഹാവിഷ്ണുവിൻ്റെ സിമ്പിൾസാണ് ഈ കാണുന്നത്, ശംഖ് ചക്രമൊക്കെ. കൃഷ്ണ ബസാർ, പുഷ്കരണി. ഇത് ഈ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന രണ്ടും. മാർക്കറ്റിൻ്റെ പേരാണ് കൃഷ്ണ ബസാർ. പുഷ്കരണി എന്ന് പറഞ്ഞ കുളം. 1513 ശ്രീ കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ കിങ് ഒറീസ ഫുള്ള് കീഴടക്കിയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ബാലകൃഷ്ണ, അതായത് ഈ ചെറിയ കൃഷ്ണൻ്റെ ആ സൈഡിൽ കാണണം അതിൻ്റെ വിഗ്രഹത്തിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം. ഈ കാണണം അതിൻ്റെ മോഡൽ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വിഗ്രഹങ്ങളും പ്രതിഷ്ഠയൊന്നുമില്ല കേട്ടോ. ഇത് ബാറ്റിൽ ഓഫ് തളിക്കോട്ടയ്ക്ക് ശേഷം ഈ ടെമ്പിൾസ് ഫുള്ള് അടിച്ച് തകർത്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന കോളത്തിലാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ കണ്ട ഗോപുരത്തിൻ്റെ ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഫുള്ളായിട്ടൊന്നുമില്ല. ഞങ്ങളിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള സമയത്ത് ഇവിടുന്ന് ഈ കാണുന്ന ഈ ലോക്കൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് വഴി വേറെ റൂട്ടുണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നേരെ ചുറ്റിയിട്ട് അപ്പുറത്ത് കൂടെ തന്നെ വരാൻ പറ്റും. ഇത് കൂടെ കയറിയിട്ട് നേരെ ഇങ്ങനെ വലം വെച്ച് ഈ വഴി വരാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഫുള്ള് ലോക്ക് ചെയ്തേക്കാണ്. അത് കാരണം ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളിൽ വിഗ്രഹമൊന്നുമില്ല. ഇത് ഈ അടുത്ത് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നല്ലൊരു വ്യൂ ആണുള്ളത് കേട്ടോ. ഈ കൃഷ്ണ ടെമ്പിൾ, അതിൻ്റെ അപ്പുറത്തുള്ള നരസിംഹ ടെമ്പിൾ, ഹംപിയുടെ ചെറിയൊരു വ്യൂ കിട്ടും ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. അതിപ്പോൾ ക്ലോസ് ചെയ്തേക്കാണ്. എന്ന് വെച്ചാൽ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ചാടി കിടക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇവിടെയൊക്കെ CC ക്യാമറ ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസ് വെക്കും. ഞാൻ അതിൻ്റെ മുകളിൽ കയറി എടുത്ത വീഡിയോ ഞാൻ കഴിഞ്ഞ കൊല്ലം തന്നെ ഇതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇത്ര 1K വ്യൂസ് കണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലൊന്നും വിഗ്രഹമൊന്നും ഇല്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാത്തതിൻ്റെ കാരണം. ഇതിൻ്റെ ഉള്ളിൽ കയറി പ്രത്യേകിച്ച് വലിയ സ്മെല്ലൊക്കെ ഉണ്ടാവുന്ന മാത്രം. ഈ എലിയുടെയും നച്ചൻ്റെ ഒക്കെ സ്മെല്ലുണ്ടാവും. അതാണ് അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം.
ഇനി നമ്മൾ പോകാൻ പോകുന്നത് കൃഷ്ണ ബസാർ ആൻഡ് പുഷ്കരണി. ഇതാണ് കൃഷ്ണ ബസാർ കേട്ടോ. ഇവിടെ മെയിനായിട്ട് സ്പൈസസ് ആണ് ഇവിടെ സെയിൽ ചെയ്തിരുന്നത് ഈ മാർക്കറ്റിൽ. ഇത് കൃഷ്ണ ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കാണുന്ന കൃഷ്ണ ബസാർ ഉള്ളത്. ഈ ബസാറിനോട് ചേർന്ന് തന്നെ ഒരു വലിയ പുഷ്കരണി കൂടി ഉണ്ട്. പുഷ്കരണി എന്ന് പറഞ്ഞാൽ കുളം. ഇത് ചെറിയൊരു കുളമാട്ടോ. ഇതിന് പ്രത്യേകിച്ച് ആഴമൊന്നുമില്ല. ഇതിന് അടി വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് കുറച്ച് പഴയ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ കൃഷ്ണ ടെമ്പിളിൽ ഈ പുഷ്കരണി വലിയൊരു വ്യൂ കിട്ടും.